PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മാസത്തിലെ, അതായത് ഫെബ്രുവരി മാസത്തിലെ പ്രധാന നാഷണൽ ഇൻ്റർനാഷണൽ ഡേയ്സ് അറിയാവുന്നവർ കാണും, അറിയാൻ വയ്യാത്തവരും കാണും. എന്തായാലും അറിയാവുന്നവരും ജസ്റ്റ് ഒന്ന് നോക്കുക, പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക. അറിയാൻ വയ്യാത്തവരും ആദ്യമായാണ് ഈ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ഇതൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മുടെ ഫെബ്രുവരി മാസത്തിലെ അന്താരാഷ്ട്ര ദിനങ്ങളും ദേശീയ ദിനങ്ങളുമാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങൾ നമുക്ക് നോക്കാം. നാഷണൽ ഇൻ്റർനാഷണൽ ഡേയ്സ്. ആദ്യം ഇൻ്റർനാഷണൽ ഡേയ്സ് നമുക്ക് നോക്കാം. 7 പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ദിനങ്ങൾ, അവയുടെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഫെബ്രുവരി 2, ഫെബ്രുവരി 4, ഫെബ്രുവരി 12, ഫെബ്രുവരി 13, ഫെബ്രുവരി 14, ഫെബ്രുവരി 20, ഫെബ്രുവരി 21. ഇത്രയും ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. ഫെബ്രുവരി 2 പ്രത്യേകതയാണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനം. ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം. ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. പ്രധാനപ്പെട്ട 7 ദിനങ്ങളാണ്. അവയുടെ പ്രാധാന്യവും നമ്മളിന്ന് നോക്കി. അന്താരാഷ്ട്ര ദിനങ്ങൾ സാധാരണ എക്സാമിന് കണ്ടുവരാറുണ്ട്. ഏത് മാസത്തെയാണോ ചോദിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഭാഗം എല്ലാ 12 മാസത്തെ നാഷണൽ ഇൻ്റർനാഷണൽ ഡേയ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് പോർഷനല്ലേ ഉള്ളൂ. മാക്സിമം പോയാൽ ഒരു 3 A4 സൈസ് പേപ്പറിൽ എഴുതി വെച്ചാൽ തീരാവുന്ന ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതൊന്ന് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഫെബ്രുവരി മാസത്തെ ദേശീയ ദിനങ്ങളാണ്. 3 പ്രധാനപ്പെട്ട ദേശീയ ദിനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. അന്നത്തെ പ്രത്യേകത സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം കൂടിയാണ്. ദേശീയ വനിതാ ദിനം സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ്. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. പ്രധാനപ്പെട്ട 3 ദിനങ്ങൾ, 4 പ്രത്യേകതകൾ നമ്മളിന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊന്നും പാടായിട്ട് തോന്നത്തില്ല കേട്ടോ. ഡെയിലി പഠിക്കണം. അതായത് ഇന്ന് മാർച്ച് 1 ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഫെബ്രുവരി മാസത്തെ ദേശീയ ദിനങ്ങളും അന്തർദേശീയ ദിനങ്ങളും പഠിച്ചെടുക്കണം. മാർച്ച് മാസത്തിലെ ഈ മാസത്തിലെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ ചാനലിൽ റിവിഷൻ ക്ലാസ്സിൽ അത് അപ്ലോഡാകും. നന്നായിട്ട് പഠിച്ചെടുക്കുക. ജനുവരി മാസത്തെ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് 36 റിവിഷൻ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഡേയ്സ് ഇൻ്റർനാഷണൽ ഡേയ്സ് വിട്ടുപോകാതെ പഠിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് അടുത്ത ദിവസം നമുക്ക് പുതിയ റിവിഷൻ ക്ലാസ്സിൽ പുതിയ പോർഷൻസും പുതിയ ഹെഡിങ് എല്ലാം നമുക്ക് പുതിയ പോർഷനും സിലബസും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നന്നായി പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് നേടണം. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ജോലികൾ നേടാൻ സാധിക്കട്ടെ. റാങ്ക് ലിസ്റ്റിൽ വരട്ടെ. അടുത്തൊരു നല്ല റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.